Hello everyone, welcome back to yet another video of Nutshell Lines. Today we are moving to the final part of the novel Ladies Coupe, written by Anita Nair. So I am moving to chapter 9. One day Agila went to supermarket and she met Karpagam there. ഒരിക്കൽ അഖില സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ട്. അവിടെ തൻ്റെ പഴയകാല ഫ്രണ്ടായിട്ടുള്ള കർപ്പകത്തെ അവൾ കാണുന്നുണ്ട്. ദേ ഷെയർഡ് ഓൾഡ് മെമ്മറീസ് ആൻഡ് നൗ കർപ്പകം ഹാസ് എ ഡോട്ടർ. അവൾ തൻ്റെ പഴയകാല ഓർമ്മകളെല്ലാം തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അവർ കോഫി കുടിക്കുന്നുണ്ട്, സ്നാക്സ് കഴിക്കുന്നുണ്ട്. അപ്പോൾ കർപ്പകം പഴയ പോലെയല്ല, അവൾക്കൊരു മകളുണ്ട്. കർപ്പകം തോട്ട് അഖില വുഡ് ഹാവ് എ ലൈഫ് ഓഫ് ഹെർ ഓൺ. തൻ്റെ കൂട്ടുകാരി അഖിലയ്ക്കും സ്വന്തമായിട്ടൊരു ലൈഫുണ്ട് എന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് പിന്നീട് അഖിലയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു അഖിലയ്ക്ക് അങ്ങനൊരു ലൈഫ് ഇതുവരെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത്. ആൻഡ് ഷീ ആസ്ക്ഡ്, ഡസൻറ്റ് യുവർ സെൽഫിഷ് ഫാമിലി റിയലൈസ് ദാറ്റ് യു ഡിസേർവ് സം ഹാപ്പിനെസ് ഓഫ് യുവർ ഓൺ? നിൻ്റെ ഫാമിലിക്ക് ഒരിക്കലും നിനക്കിങ്ങനൊരു ലൈഫ് വേണമെന്ന് തോന്നിയിട്ടില്ലേ? എന്തൊരു സെൽഫിഷാണ് അവർ എന്നവൾ ചോദിക്കുന്നുണ്ട്. ആൻഡ് ഹർ ഹസ്ബൻഡ് ഡൈഡ് സം ഇയേഴ്സ് എഗോ. ഷീ ഡസൻറ്റ് കെയർ അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക് അബൌട്ട് ഹർ. ഷീ ഈസ് വെരി ബോൾഡ് ഇൻ ഹർ ആറ്റിറ്റ്യൂഡ്. അപ്പം അവളുടെ ഹസ്ബൻഡ് മരിച്ചു, സിറ്റുവേഷൻസ് ഒന്നും പഴയ പോലെയല്ല. പക്ഷേ അവൾ ആരെയും വകവെക്കാറില്ല. കാരണം അവൾക്ക് അവളുടേതായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ട്. തൻ്റെ മകളെ അവൾ നന്നായിട്ട് നോക്കുന്നുണ്ട്. മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു, എന്ത് പറയുന്നു എന്നൊന്നും കർപ്പകം ചിന്തിക്കാറില്ല. ആൻഡ് അഖില wants to escape from family bonds and barriers, but Padma reacts badly. അപ്പോൾ കർപ്പകമായിട്ടുള്ള ഈ ഒരു കോൺവെർസേഷന് ശേഷം അഖിലയ്ക്ക് തോന്നുന്നുണ്ട്, എന്തുകൊണ്ടോ തനിക്ക് ഒറ്റയ്ക്ക് ഇനി താമസിച്ചുകൂടെ, എന്തിനാണ് ഇങ്ങനെ ഫാമിലി ബോണ്ട് അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പ് ഇത്രമാത്രം കൊണ്ടുകൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അഖില ചിന്തിക്കുന്നുണ്ട്. ആൻഡ് അഖില ടെൽസ് പദ്മ ദാറ്റ് ഷീ ആൻഡ് ഹർ ഹസ്ബൻഡ് ഹാവ് ബീൻ സ്പോഞ്ചിങ് ഓഫ് ഹർ ഫോർ ഇയേഴ്സ്. അപ്പം ഒരിക്കൽ അഖില ഭയങ്കരമായിട്ട് പദ്മയോട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അതായത്, നീ നിൻ്റെ ഹസ്ബൻഡും കൂടി എന്നെ ഒരു പാരസൈറ്റ് പോലെ ഉപയോഗിക്കുകയാണ്. എൻ്റെ എനിക്കുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ എൻ്റെ പൈസയാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യമാണെങ്കിലും എല്ലാം നിനക്ക് വേണ്ടി, നിൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഇത്ര നാൾ ജീവിച്ചു. അപ്പം നീ നിൻ്റെ ഹസ്ബൻഡ് ഇത് മുതലെടുക്കുകയായിരുന്നു. ഇനിയെങ്കിലും എനിക്ക് സ്വന്തമായിട്ട് ഒരു ജീവിതം വേണം എന്ന് അഖില പറയുന്നുണ്ട്. ഷീ നീഡ്സ് ഫ്രീഡം ആൻഡ് ഷീ ഡിസൈഡ്സ് ടു ബൈ എ ഹൗസ് ഓഫ് ഹെർ ഓൺ. All the others had got off one by one, bidding her farewell, offering her advice. അപ്പോൾ ഇനി ഫ്ലാഷ് ബാക്കിൽ നിന്ന് വീണ്ടും നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് വരികയാണ്. അഖിലയുടെ കൂടെ ഉണ്ടായിരുന്ന പാസഞ്ചേഴ്സ് എല്ലാം ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങുകയാണ്. എല്ലാവരും അവൾക്ക് ഓരോ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ഷീ തിങ്സ് പ്രഭാദേവി ഈസ് ദ വൺ ഹു ഈസ് വെരി ക്ലോസ് ടു ഹെർ ലൈഫ് എക്സ്പീരിയൻസ്. അപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സിനെയും വെച്ച് നോക്കുമ്പോൾ അഖിലയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൽ തൻ്റെ ലൈഫായിട്ട് ഏറ്റവും ബന്ധമുള്ളത് അല്ലെങ്കിൽ ഒരു സിമിലാരിറ്റി തനിക്ക് തോന്നുന്നത് പ്രഭാദേവിയാണ്. പ്രഭാദേവിക്കാണ് ഇതുപോലെ ഫ്രീഡം ഇല്ലാതെ ജീവിച്ചിട്ട് അവസാനം ഒരു ഫ്രീഡം അറ്റൈൻ ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ എന്തുകൊണ്ടോ തൻ്റെ ലൈഫും ഒരേറെക്കുറെ പ്രഭാദേവിയായിട്ടൊരു സിമിലാരിറ്റി ഉണ്ട് എന്ന് അഖില മനസ്സിലാക്കുന്നു. ദ സിക്സ്ത് പാസഞ്ചർ റോൾഡ് ഹെർ മാഗസിൻ ആൻഡ് ടോൾഡ് ഹെർ ദാറ്റ് വിമൻ ആർ സ്ട്രോങ്, വിമൻ ക്യാൻ ഡു എവറിത്തിങ് ആസ് വെൽ ആസ് മെൻ. എല്ലാവരും ഇറങ്ങിപ്പോയി. അപ്പോൾ ആറാമതൊരു പാസഞ്ചർ, താനിതുവരെ ശ്രദ്ധിക്കാത്തൊരു പാസഞ്ചർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ വായിച്ചിരുന്ന മാഗസിൻ മടക്കി വെച്ചിട്ട് അഖിലയോട് പറയുന്നുണ്ട്, വിമൻ ആർ സ്ട്രോങ്, വിമൻ ക്യാൻ ഡു എവറിത്തിങ് ആസ് വെൽ ആസ് മെൻ. സ്ത്രീകൾ സ്ട്രോങ് തന്നെയാണ്. പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീകൾക്കും ചെയ്യാൻ സാധിക്കും. അപ്പോഴാണ് അഖില ആ ഒരു ക്യാരക്ടറെ ശ്രദ്ധിക്കുന്നത്. ഇത്രയും നേരം ഇവിടെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും, ഒരാളിവിടെ ഉണ്ടായിരുന്നെങ്കിലും താൻ ശ്രദ്ധിച്ചിട്ടില്ല. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ചാപ്റ്റർ 10, which is entitled as Sister to the Real Thing. And her name is മാരിക്കൊളുന്ത്. നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര് മാരിക്കൊളുന്ത് എന്നാണ്. അവളെ തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അഖിലയോട്. ഷീ ഈസ് 31 years old. ഷീ ഹാസ് എ സൺ, നോ ഹസ്ബൻഡ്, ആൻഡ് ഹെർ പേരൻറ്റ്സ് ഡൈഡ് ഇയേഴ്സ് എഗോ, ആൻഡ് ഷീ ഹാസ് 2 brothers ആൻഡ് നൗ വർക്കിംഗ് ആസ് എ ഹെൽപ്പർ ഇൻ മിഷൻ ഹോസ്പിറ്റൽ. അതായത് ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. പേരൻസ് എല്ലാം പണ്ടേ മരിച്ചുപോയി. തനിക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡില്ല. പിന്നെ 2 ബ്രദേഴ്സാണുള്ളത്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. Her father was a farmer and her mother was a servant in Chettiar family in a village near Kanchipuram. തൻ്റെ ഫാദർ ഒരു ഫാർമറായിരുന്നു, അമ്മ ഒരു സെർവൻ്റ് ആയിരുന്നു, ഒരു വീട്ടുജോലിക്കാരിയായിരുന്നു. ഇൻ ചെട്ടിയാർ ഫാമിലി എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു ഒരു വലിയൊരു ബിസിനസ്
ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അവിടുത്തെ ആ വീട്ടിലായിരുന്നു അവളുടെ അമ്മയ്ക്ക് ജോലി. ആൻഡ് ചെട്ടിയാർ മേഡ് ഹിസ് ഫോർച്യൂൺ ഫ്രം സിൽക്ക് വേംസ്. അപ്പം കാഞ്ചീപുരത്തായതുകൊണ്ട് പൊതുവെ അവർക്ക് സാരിയുടെ ബിസിനസ്സാണ് ഈ ചെട്ടിയാർ ഫാമിലിക്ക്. അപ്പോൾ അവിടെ ഈ സിൽക്ക് വേംസിൽ നിന്ന് എന്താ പറയുക, നമ്മൾ സിൽക്ക് എടുക്കുമല്ലോ, ആ ഒരു ഇതിൽ നിന്നാണ് ചെട്ടിയാർ ഇത്രയും വലിയൊരു ബിസിനസ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംരംഭത്തിലേക്ക് വരുന്നത്. വൺ ഡേ ഹർ അമ്മ ഡിസൈഡഡ് ദാറ്റ് ഷീ നീഡഡ് ഹർ ഇൻ ചെട്ടിയാർ ഹൗസ് ഹോൾഡ്. അപ്പോൾ ഒരിക്കലും ഇവളുടെ അമ്മ ഇവളോട് പറയുന്നുണ്ട്, അമ്മേനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അപ്പം നീയും കൂടി അവിടുത്തെ സെർവൻ്റായിട്ട് ആ വീട്ടിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് അമ്മ അവളോട് പറയുന്നു. ആൻഡ് ചെട്ടിയാർ ഹാഡ് 3 സൺസ്, രാജേന്ദ്രൻ, ശ്രീധർ ആൻഡ് രംഗനാഥൻ. ചെട്ടിയാറിന് 3 മക്കളാണുള്ളത്, രാജേന്ദ്രൻ, ശ്രീധർ ആൻഡ് രംഗനാഥൻ. അങ്ങനെ അവൾ ആ ചെട്ടിയാർ ഫാമിലിയിലേക്ക് വരുന്നു. ആൻഡ് ഷീ മെറ്റ് സുജാത അക്കാദേർ. ഷീ ഈസ് ദ വൈഫ് ഓഫ് ശ്രീധറാണ്. അപ്പം അവിടെ അവൾ കാണുന്ന മറ്റൊരു ക്യാരക്ടർ സുജാത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അവർ രണ്ടാമത്തെ മകനായ ശ്രീധറിൻ്റെ വൈഫാണ്. ഷീ വാസ് ഫെയറർ ദാൻ എനി വൺ. ഷീ ഹാഡ് ലോങ് ബ്ലാക്ക് ഹെയർ ആൻഡ് ഷീ വോർ ഓറഞ്ച് ആൻഡ് ഗ്രീൻ സാരി. എ ഡയമണ്ട് നോസ് സ്റ്റഡ് സ്പാർക്കിൾഡ് എവറി ടൈം. പിന്നെ അവരുടെ ആ ഒരു അപ്പിയറൻസ് ആണ് പറയുന്നത്. അവരെ കാണാൻ ഭയങ്കര ഭംഗിയാണ്, അവരൊരു ഫിലിം സ്റ്റാറിനെ പോലെയാണ് ഇരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. അത് അപ്പിയറൻസിൽ മാത്രമല്ല അവരുടെ ബിഹേവിയറും അതുപോലെ തന്നെയാണ്. ഷീ വാസ് വെരി ഫ്രണ്ട്ലി ടു മാരിക്കൊളുന്ത്. She looked like a film star but very humble and caring. She offered dozen of bangles and gifted cotton pavade on Pongal. അപ്പം ഇവളെ ഒരു സെർവൻറ്റിൻ്റെ മകളായിട്ടല്ല അവർ ട്രീറ്റ് ചെയ്തത്, സ്വന്തം മകളെ പോലെ തന്നെ. ഇടയ്ക്ക് ഗോൾഡ് ചെയിൻ വാങ്ങിച്ചു കൊടുക്കും, ബാംഗിൾസ് വാങ്ങിച്ചു കൊടുക്കും, അതുപോലെ ഡ്രസ്സസ് എടുത്ത് കൊടുക്കും, ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട്. And Sujata's aunt lived in Vellore. She had a tenant, 2 lady doctors looking for a girl to be their housemaid, and she went to Vellore. അപ്പോൾ ഈ സുജാതയുടെ ഒരു ആൻറ്റി വെല്ലൂരിൽ താമസിക്കുന്നുണ്ട്. അവിടെ ഒരു 2 വാടകക്കാരുണ്ട്. അവിടെ 2 ഡോക്ടേഴ്സാണവർ. അവർക്ക് ഒരു കുട്ടിയെ വേണം, പെൺകുട്ടിയെ വേണം അവരുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഷീ യൂസ് ടു കോൾ ദം മിസ്സി വി ആൻഡ് മിസ്സി കെ. അപ്പം നമ്മുടെ മാരിക്കൊളുന്തിനെ ഈ കാഞ്ചീപുരത്തിൽ നിന്ന് വെല്ലൂരിലേക്ക് അഴക്കുകയാണ് അവർക്കൊരു ഹെൽപ്പറായിട്ട്. അപ്പോൾ അവർ യൂറോപ്യൻസാണ്. സോ അവരെ ഇവൾ വിളിക്കുന്നത് മിസ്സി വിയും മിസ്സി കെയും എന്നാണ്. 2 ലേഡീസാണ്. ആൻഡ് ഫോർ 3 years she lived there and they taught her English alphabets and bought books to read in English and Tamil. അപ്പോൾ ഒരു സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത മാരിക്കൊളുന്തിനെ ഈ 2 യൂറോപ്യൻസ് ആയിട്ടുള്ള സ്ത്രീകൾ അവർ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് പഠിപ്പിക്കുന്നു, ബുക്സ് വാങ്ങിച്ചു കൊടുക്കുന്നു, ഭയങ്കരമായിട്ട് അവളെ നോക്കുന്നുണ്ട്, മോർ ദാൻ എ സെർവൻറ്റ്. ഓക്കെ, സോ ദാറ്റ് വാസ് എ ഹാപ്പി ലൈഫ്. അവിടെ വെച്ച് അവൾ കുക്കിംഗ് പഠിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് ലേൺ ചെയ്യുന്നുണ്ട്. അവളെ നേഴ്സിങ്ങിനാക്കാമെന്ന് വരെ അവർ തീരുമാനം എടുക്കുന്നുണ്ട്. But she came to her own village to celebrate Pongal and she was forcefully raped by Murugesan. പക്ഷെ പെട്ടെന്നാണ് വിധി മാറി മറിഞ്ഞത്. അവൾ ഒരിക്കൽ തൻ്റെ നാട്ടിലേക്ക് പൊങ്കൽ ആഘോഷിക്കാൻ വേണ്ടി വെല്ലൂരിൽ നിന്ന് വരുന്നു. അവിടെ വെച്ച് അവളുടെ ആ ഒരു ടീനേജ് സമയത്ത് അവൾക്കൊട്ടും ഏതാണെന്നൊന്നും അറിയാത്ത സമയത്ത് മുരുകേശൻ എന്ന് പറയുന്ന ആൾ ഇവളെ ഫോഴ്സ്ഫുള്ളി റേപ്പ് ചെയ്യുന്നുണ്ട്. ഷീ കുഡിൻറ്റ് സ്ലീപ്പ് വെൽ ഫോർ മന്ത്സ്. ഒരുപാട് നാളത്തേക്ക് അവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഷീ ക്രൈഡ് എ ലോട്ട് ആൻഡ് ഷീ ബേത്ത് ആസ് എ വോൾ ബാർ ഓഫ് സോപ്പ് ബട്ട് നത്തിങ് ചേഞ്ച്ഡ്. അവൾക്ക് അവൾ ഒരുപാട് കുളിക്കുന്നൊക്കെ ഉണ്ട്. അന്ന് രാത്രി അവൾക്ക് ഭയങ്കരമായിട്ട് മെൻ്റലി അവൾ ടോർച്ചർ ചെയ്യപ്പെടുന്നുണ്ട്. അവൾ ഒരു ബാർ സോപ്പ് മുഴുവനും വെച്ച് അവർ കുളിക്കുന്നുണ്ട്. തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചിന്തിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൾക്കറിയാം എന്തോ തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. ആൻഡ് ഹർ മദർ കുഡിൻ അണ്ടർസ്റ്റാൻഡ് ഹർ ആൻഡ് ഷി ബിക്കെയിം പ്രഗ്നൻറ്റ്. അവളുടെ അമ്മ ഒരിക്കലും അവളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. പിന്നീട് അവൾ പ്രഗ്നൻ്റ് ആണെന്ന് അവൾ അറിയുന്നുണ്ട്. ആൻഡ് ഷീ റിവീൽഡ് ദിസ് ഇൻസിഡൻറ്റ് ടു സുജാത ആൻഡ് ഷീ ടോൾഡ് ദിസ് ടു ഹർ ഹസ്ബൻഡ്. അപ്പോൾ സുജാതയോട് അവൾ നടന്ന ഇൻസിഡൻറ്റ് പറയുന്നുണ്ട്. സുജാതക്കത് വിശ്വസനീയമാവുന്നുമുണ്ട്. സുജാത അത് തൻ്റെ ഹസ്ബൻഡിനോടും ഷെയർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഇത് ചെയ്യണം, ഇതൊരു നടപടി എടുക്കണമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഷീ എക്സ്പ്ലെയിൻഡ് ഹർ ഹെൽപ്ലെസ്നെസ് ബിക്കോസ് മുരുകേശൻ വാസ് ദർ ഫാമിലി മെമ്പർ. പക്ഷേ സുജാത ഇതൊക്കെ ഹസ്ബൻഡിനോട് പറയുമ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. ഒരു സെർവൻറ്റിൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ഈ ഫാമിലിയിൽ ഒരു മെമ്പറിനെ തള്ളിപ്പറയുക? കാരണം മുരുകേശൻ അവരുടെ ഫാമിലി മെമ്പറായിരുന്നു. സോ സുജാതയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ആൻഡ് ഹർ പെരിയമ്മ ട്രൈ ടു അബോർട്ട് ദി ചൈൽഡ് ആൻഡ് ഫൈനലി ഷീ ഗേവ് ബർത്ത് ടു എ സൺ. പിന്നെ ഇവരുടെ ഒരു പെരിയമ്മ എന്ന് പറയുന്നുണ്ട്, അത് നമ്മുടെ മാരിക്കൊളുന്തിൻ്റെ അമ്മയുടെ ആൻറ്റിയാണ്. അവർ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനായിട്ട് അവൾക്ക് പപ്പായ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സീനുകളൊക്കെ നോവലിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ കുട്ടിക്കൊന്നും സംഭവിക്കുന്നില്ല. അവൾ കുട്ടിയെ പ്രസവിക്കുന്നുണ്ട്. ആൻഡ് ഹർ മദർ ഡൈഡ് ആൻഡ് മുരുകേശൻ ഓൾസോ ഡൈഡ്. വർഷങ്ങൾക്ക് ശേഷം അവളുടെ അമ്മ മരിക്കുന്നുണ്ട്. പിന്നീട് ഈ മുരുകേശൻ എന്ന് പറയുന്ന ആളും മരിക്കുന്നുണ്ട്. ആൻഡ് സുജാത ബിക്കെയിം ദ ന്യൂ ചെട്ടിയാർ അമ്മ. പിന്നീട് ആ വീട്ടിലെ തലപ്പത്തിരിക്കുന്ന ആൾ സുജാത എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് മാറുന്നു.
ആഫ്റ്റർ ഹെർ മദേഴ്സ് ഡെത്ത് ഷി ഡിസൈഡഡ് ടു ടേക്ക് കെയർ ഓഫ് ഹെർ ചൈൽഡ് മുത്തു. പിന്നീട് തൻ്റെ ആ കുഞ്ഞിനെ നോക്കാൻ പോലും മാരിക്കുളന്തിന് തോന്നിയിട്ടില്ല ഇതുവരെ. കാരണം മനുഷ്യനോടുള്ള വെറുപ്പ്, മുരുകേശനോടുള്ള വെറുപ്പ് അവളുടെ മനസ്സിലുള്ളതുകൊണ്ട് അവൾക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടായില്ല. പക്ഷേ പിന്നീട് തൻ്റെ അമ്മയുടെ മരണത്തിന് ശേഷം തൻ്റെ കുഞ്ഞിനെ നോക്കേണ്ടത് തൻ്റെയും കൂടി ആവശ്യമാണല്ലോ എന്നോർത്ത് ഇനി എന്താ പറയുക, ഒരു യഥാർത്ഥ അമ്മയായി താൻ തുടരണമെന്ന് അവൾ തീരുമാനിക്കുകയാണ്. കുഞ്ഞിൻ്റെ പേര് മുത്തു എന്നാണ്. ഷീ നീഡ്സ് മണി ഫോർ ഹിസ് എഡ്യൂക്കേഷൻ ആൻഡ് ദെൻ ഷീ വാണ്ട്സ് ടു ബി ഹിസ് മദർ ഫോർ എവർ. അപ്പം അതിന് വേണ്ടിയിട്ടാണ്, തൻ്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് ഇനി താൻ മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയും നാൾ തൻ്റെ ബ്രദേഴ്സിൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് അവൾ പല ജോലികളും ചെയ്തിരുന്നത്. ഇനി അങ്ങനെയല്ല, തൻ്റെ മകനെ തൻ്റെ കൂടെ നിർത്തണം എന്നുള്ള അവൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. അങ്ങനെ അവൾ തൻ്റെ മകന് വേണ്ടിയിട്ട് ഇനി ജീവിക്കും എന്ന് അഖിലയോട് പറയുകയാണ്. സോ ദാറ്റ് ഇസ് ദി എൻഡ് ഓഫ് ചാപ്റ്റർ 10. അതാണ് നമ്മുടെ മാരിക്കുളത്തിൻ്റെ കഥയെന്ന് പറയുന്നത്. സോ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, chapter 11. This is the final chapter, the last chapter. Agila speaks. അപ്പം അഖില ഷീ റീച്ച്ഡ് കന്യാകുമാരി. അഖിലയുടെ ഡെസ്റ്റിനേഷൻ കന്യാകുമാരി ആയിരുന്നല്ലോ. അവൾ കന്യാകുമാരിയിൽ എത്തുന്നുണ്ട്. ഷീ മെറ്റ് വിനോദ്, എ യങ് മാൻ. അവിടെ അവളൊരു യങ് മാനെ കാണുന്നു, വിനോദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ദേ ഹാഡ് എ കാഷ്വൽ ടോക്ക് ആൻഡ് ലേറ്റർ ടു എ ഫിസിക്കൽ റിലേഷൻഷിപ്പ്. അപ്പോൾ അവളൊരു കാഷ്വൽ ടോക്കായിട്ട് അയാളായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് നോവലിൽ കാണാൻ പറ്റുന്ന അവർ തമ്മിലൊരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നമ്മുടെ ഓതർ പറയുന്നത് അതുവരെയുള്ള ഒരു അഖിലയല്ല കാണുന്നത്. കാരണം താൻ മറ്റ് പല ക്യാരക്ടേഴ്സിൻ്റെ കഥകൾ കേട്ടപ്പോൾ, അല്ലെങ്കിൽ താൻ ഇതുവരെ വിചാരിച്ചിരുന്ന ഒരു ബോണ്ടുകളെല്ലാം അവൾ എന്താ പറയുക, അതെല്ലാം അവൾ എന്താ പറയുക പൊട്ടിച്ചെറിയാണ്. സോ അവൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിന് റെഡി ആവുന്നുണ്ട്. ഇന്നലെ കണ്ട ഒരു മനുഷ്യൻ്റെ കൂടെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് അവൾ പോകുന്നുണ്ട്. ആൻഡ് ഷീ ഈസ് വെരി ബോൾഡ്. അത് അവൾക്കൊരു നാണക്കേടായിട്ടോ അല്ലെങ്കിൽ അവൾക്കതൊരു ഇതായിട്ടോ അവൾ കാണുന്നില്ല. ഇറ്റ്സ് ആക്ച്വലി ഫ്രീഡം ഓഫ് ചോയ്സ് ആയിട്ടാണ് ഇതിൽ നമ്മുടെ നോവലിൽ ഇത് ഓതർ പ്രസൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഹി ഹാസൻറ്റ് ഈവൻ ആസ്ക് ഹർ വാട്ട് ഹെർ നെയിം ഇസ്. ആ വിനോദ് എന്ന് പറയുന്ന ആ യങ് മാൻ ആണെങ്കിൽ അവളുടെ പേര് പോലും ചോദിക്കുന്നില്ല. അയാൾ അവളെ ഈ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അവർ തമ്മിൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ട്. ദ നെക്സ്റ്റ് ഡേ അഖില wakes up with Hari on her mind. Hari must have made a life for himself, and here she is behaving like a heroine in a romance novel. അപ്പോൾ അവൾ മനസ്സിൽ പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഹരീനെ ഓർക്കുന്നുണ്ട്. എന്തുകൊണ്ടോ ഹരിയുടെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നു. അപ്പോൾ അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, തൻ്റെ ഹരി പഴയ പോലെ ആയിരിക്കില്ല. ഹരിക്ക് ലൈഫ് ഉണ്ടാവും, ഭാര്യ ഉണ്ടാവും, കുട്ടികളുണ്ടാവും. പക്ഷേ എന്നാലും ഹരി ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നവൾ ഓർക്കുകയാണ്. പക്ഷെ താനാണെങ്കിലോ ഇവിടെ റൊമാൻസ് നോവലിലെ നായികയെ പോലെ എന്താ പറയുക ഇങ്ങനെ ജീവിച്ചു പോകുന്നു. എന്നാലും ഒന്ന് ഹരിയെ കോൺടാക്റ്റ് ചെയ്താലോ എന്നവൾക്ക് തോന്നുകയാണ്. ഷീ ഓപ്പൺസ് ഹർ ഹാൻഡ് ബാഗ് ആൻഡ് ഡ്രോസ് ഔട്ട് ദി അഡ്രസ് ബുക്ക് ഓർ ഹരീസ് നെയിം ഈസ് വൺ എമംഗ് സെവറൽ നെയിംസ്. പിന്നെ അഡ്രസ് ബുക്ക് തപ്പിയെടുക്കുന്നു. ദി ടെലഫോൺ ഓൺ ദി ടേബിൾ നിയർ ദി ബെഡ് റിങ്സ്. അവൾ ആദ്യം വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കോള് കിട്ടുന്നില്ല. പിന്നീട് കോള് തിരിച്ചു വരുന്നുണ്ട്. അഖില വാക്സ് ടുവേർഡ്സ് ഇറ്റ്. അവൾ ഓടുന്നുണ്ട്. ഹെർ ഹാർട്ട് റേസസ്. ഷീ വണ്ടേഴ്സ് കുഡ് ഇറ്റ് ബി ഹിം. അവനായിരിക്കുമോ ആ കോളിൽ എന്ന് ചിന്തിക്കുന്നു. ഹരീസ് വോയിസ് ഇസ് ലോ ആൻഡ് കോഷ്യസ് ഇൻക്രെഡ്യുലസ് ടു. അയാളുടെ വോയിസ് വളരെ സ്ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കേൾക്കാൻ മാധുര്യമുള്ളൊരു സൗണ്ടായിരുന്നു. ഹലോ, ഷീ സേസ് ദിസ് ഇസ് അഖിലാണ്ടേശ്വരി. ഇത് അഖിലാണ്ടേശ്വരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നോവൽ എൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദി നോവൽ. അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ട പോലെ എന്താ പറയുക ഒരു 6 ക്യാരക്ടേഴ്സിൻ്റെ എന്താ പറയുക കഥ ഇതിലുണ്ട്. ഇൻക്ലൂഡിങ് അഖിലയുടെ കഥയുണ്ട്. അപ്പം നമ്മൾ ഇതിന് മുമ്പ് ലോർഡ് ഓഫ് ദി ഫ്ലൈസ് ചെയ്തപ്പോൾ ലോർഡ് ഓഫ് ദി ഫ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു ഫ്ലാഷ് ബാക്കോ അല്ലെങ്കിൽ മെമ്മറീസോ അല്ലെങ്കിൽ ഒത്തിരി ക്യാരക്ടേഴ്സൊന്നും അതിലുണ്ടായിരുന്നില്ല. വെറുതെ കുറച്ച് മൈന്യൂട്ട് ക്യാരക്ടേഴ്സ് മാത്രം, പിന്നെ അതുപോലെ തന്നെ മേജർ ക്യാരക്ടേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഓരോ ക്യാരക്ടേഴ്സിനും അതത് സ്റ്റോറിയുണ്ട്. അപ്പം അവരുടെ ലൈഫ് വരുമ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് വീഡിയോ ഇത്രയും ലെങ്തി ആയിപ്പോയത്. മാക്സിമം ചെറുതാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ചെറുതാക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നടക്കുന്നുണ്ട്. സോ മെയിൻ ഇവൻറ്റ്സ് മാത്രം പറഞ്ഞ് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. മാക്സിമം എല്ലാം ടച്ച് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. സോ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ ദാറ്റ്സ് ദി എൻഡ് ഓഫ് ദി നോവൽ. Thank you for watching. For more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.